ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമുണ്ട്. ഷാനവാസും അനീഷും തമ്മിൽ കുറേ സമയം നീണ്ടു നിൽക്കുന്നൊരു ചർച്ച. ആ ചർച്ചയിൽ വളരെ വയലിഡ് ആയിട്ടുള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അനീഷിനെ ഇണ്ണ വരപ്പിക്കുന്ന ഷാനവാസിനെയാണ് കാണുവാൻ കഴിഞ്ഞത്. ഷാനവാസിന്റെ പല കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അത് അപ്പോൾ നമ്മൾ പറയാറുമുണ്ട്. പക്ഷേ രാവിലെ സമയത്തെ ചോദ്യം കുറിക്കുകൊള്ളുന്നതായിരുന്നു. വന്നു കയറിയ സമയം മുതൽ അനീഷ് അവിടെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഒരു ചിത്രം വരച്ചു വെക്കുന്നത് പോലെ ഷാനവാസ് വരച്ചു വെക്കുകയാണ്. ഈ ഷാനവാസിന്റെ ഓർമ്മശക്തി പോയിന്റുകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഒന്നാമത്തെ ദിവസം മുതൽ ഈ അവസാന ദിവസം വരെ സംഭവിച്ചത് അക്കമിട്ട് നിരത്താൻ ഒരു അസാധാരണ കഴിവുള്ള ചങ്ങായിയാണ് ഈ ഷാനവാസ്. അതുകൊണ്ട് തന്നെ അയാൾ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് എണ്ണി പറയുകയാണ്. അനീഷ് ഇതെല്ലാം കേട്ട് മൗനമായിട്ടിരിക്കുകയാണ്. പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ് അനീഷിനോട് തനിക്ക് ചോദിക്കുവാനുള്ളത്. നീ വന്നു കയറിയ സമയത്ത് ഇവിടെ ഒരു സ്ട്രാറ്റജി പിടിച്ചു. നീ പറയുന്നത് നീ ജീവിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്, നിന്റെ ജീവിതമാണ് ഇവിടെ നീ കാഴ്ചവെച്ചതെന്ന്. അങ്ങനെ നീ ജീവിക്കുവാൻ വേണ്ടി വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണ് നീ മറ്റൊരാളായി മാറിയത്? ആരംഭ ദിവസം മുതൽ നീ ഇവിടെ കിടന്നുകൊണ്ട് കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളും അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അന്ന് നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നായിരുന്നു നീ പറഞ്ഞുകൊണ്ടായിരുന്നത്. നിന്നോട് എന്ത് സംസാരിച്ചാലും നീ അംഗീകരിക്കില്ല. ഒരു കാര്യം 100 ആവർത്തി നീ പറഞ്ഞ് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കും. അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് കേൾക്കുകയേ വേണ്ട. നിന്നോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ നീ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, ഇതാണ് ഷാനവാസെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് നീ ആളാകെ മാറി. ഇപ്പോൾ നീ പഴയ മനുഷ്യനെയല്ല, നീ വളരെയധികം വ്യത്യാസം സംഭവിച്ചൊരു വ്യക്തിയാണ്. നീ പറയുന്നു നീ ജെനുവിൻ ആയിരുന്നു, നീ ഇവിടെ ജീവിക്കുകയായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ആദ്യത്തേതായിരുന്നോ ഒറിജിനൽ, അതോ ഇപ്പോഴത്തേതാണോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ അനീഷ് പകച്ചുപോയി. അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വന്നു കയറിയപ്പോൾ മുതൽ ഇവിടെ ഞാൻ പല കാര്യങ്ങളും ചെയ്തു, ആ ചെയ്ത പലതും തെറ്റാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനൊരു മൊരടനാണ് എന്ന് ഈ വീട്ടിലുള്ള പല ആൾക്കാരും എന്നോട് ആവർത്തിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാറി ചിന്തിക്കുവാൻ തയ്യാറായി ഷാനവാസ്. അതേ ഉള്ളൂ, അതിനപ്പുറത്ത് എനിക്കതേക്കുറിച്ച് ഒന്നും പറയുവാനില്ല. ആ ഒരൊറ്റ മറുപടിയിൽ കൂടി തന്നെ അനീഷ് തന്നെ എക്സ്പോസ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഒരു റോബോട്ടിക് പേഴ്സണാലിറ്റിയിലാണ് 2 ആഴ്ച മുൻപ് വരെയും ആ വീട്ടിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടും കേട്ടും മുൻപോട്ട് പോയ ആൾക്കാർ അനീഷിനെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടേയിരുന്നു. അനീഷിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഫേക്ക് ആണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്, നിങ്ങളുടെ തന്ത്രമാണ്, നിങ്ങളുടെ ഗെയിം പ്ലാൻ ആണ് നിങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വിളിച്ചു പറയുമ്പോഴും അനീഷ് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. അതിനൊരു പുനർവിചിന്തനം ആവശ്യമുണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ എന്താണോ ഇന്നലകളിൽ ചെയ്തത് അത് തന്നെ ചെയ്ത് താൻ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അനീഷ് മാറി. അന്നുവരെ കാണാത്ത ഓപ്പോസിറ്റ് സ്വഭാവത്തിലേക്ക് അനീഷ് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്തു. അതിനെക്കുറിച്ച് താൻ ഇപ്പോൾ പറയുന്നു, പല ആൾക്കാരും ഞാൻ മൊരടനാണ്, മൊശടനാണ്, വല്ലാത്തവനാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു ശരിയാണോ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 മാസക്കാലത്തോളം എന്തുകൊണ്ടാണ് താനത് ചിന്തിക്കാതിരുന്നത്? ആദ്യ ആഴ്ചകളിലൊക്കെ അനീഷിനെതിരെ വീട്ടുകാർ മുഴുവനും ഒരുമിച്ച് നിന്ന് പടപൊരുതിയിട്ടും ഞാൻ ശരിയാണ്, എൻ്റെ റിയൽ ക്യാരക്ടറാണ് ഞാൻ ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത്, നിങ്ങളൊക്കെ ഇവിടെ അഭിനയിച്ചായിരിക്കും നിൽക്കുന്നത്, എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു ഗെയിമുമില്ല, ഇത് തന്നെ ഓരോരുത്തരുടെയും മുമ്പിൽ പറഞ്ഞ് പടപൊരുതി തന്നെ പിടിച്ചു നിന്ന് മുൻപോട്ട് വന്ന വ്യക്തിയായിരുന്നു അനീഷ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നു തനിക്ക് മറ്റുള്ളവർ ആവർത്തിച്ച് പറയുവാൻ തുടങ്ങിയപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടി വന്നു. അപ്പോൾ തനിക്ക് മനസ്സിലായി തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആള് മാറിയതാണ്. എന്തൊരു മറുപടിയാണ്! ഓരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി ആലോചിച്ച് കൂട്ടി മറുപടി പറയുന്ന അനീഷിന് ഇപ്പോൾ അതുപോലൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി പറയണം. പക്ഷേ കുറേ സമയം അനീഷ് ചിന്തിച്ചിട്ടും ഈ ഒരു ചോദ്യത്തിനകത്തും തനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അനീഷ് ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനല്ല, കാര്യമായി ചിന്തിക്കുവാൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം തന്നോട് ചോദിച്ചാൽ അപ്പോൾ താനതൊരു മറുപടി പറയില്ല. ഒരു 12 പ്രാവശ്യം ബിഗ് ബോസ് വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തു പറയണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് തിരികെ വന്ന് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അനീഷിന്റെ ആ നടത്തം കിലോമീറ്ററുകൾ അനീഷ് ആ വീടിനകത്ത് ഈ 3 മാസം കൊണ്ട് നടക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ 2.5 മാസത്തിലധികം എടുത്തല്ലോ അനീഷിന് താൻ മൊരടനാണെന്നും തൻ്റെ ക്യാരക്ടർ ശരിയല്ല എന്നും ഇതല്ല ഗെയിമെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിക്കുകയും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുവാൻ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ചുറ്റുപാട് നിൽക്കുന്നവരും പ്രേക്ഷക ലക്ഷങ്ങളും വെറും മണ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കരുത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അതെ അനീഷെ, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾ മുൻപ് അവിടെ എന്തായിരുന്നു? നിങ്ങൾ ഫേക്ക് ആയിരുന്നു, നിങ്ങളുടെ സ്ട്രാറ്റജി ആയിരുന്നു. അതിനകത്ത് ഇപ്പൊ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഗെയിം കളിക്കുവാൻ വേണ്ടി പോകുന്ന വ്യക്തികൾ പല സ്ട്രാറ്റജികളും അവിടെ കൊണ്ടുവരും. അതിൽ ഏറ്റവും ഗംഭീരമായി വിജയിച്ച സ്ട്രാറ്റജി താങ്കളുടേത് തന്നെയായിരുന്നു. താങ്കൾ ഇപ്പോൾ അത് തിരുത്തുകയും ചെയ്തു.
പക്ഷേ ഷാനവാസിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഇപ്പോഴും താൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുക തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് തമ്മിൽ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ അനീഷേ. അടുത്തത് ഷാനവാസിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്, ആ ടാസ്കിൻ പ്രകാരം BB ഹൗസിൽ നിന്നും ടൈറ്റിൽ വിന്നർ പട്ടം നേടുകയോ അല്ലെങ്കിൽ 100 ദിവസം തികയ്ക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ ആർക്കായിരിക്കും ഫോൺ ചെയ്യുക, എന്തായിരിക്കും സംസാരിക്കുക? അതിന് പലരും പലതരത്തിലുള്ള മറുപടികൾ പറഞ്ഞു. എന്നാൽ അനീഷ് പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ബ്രദറിനെ ആയിരിക്കും വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് എൻ്റെ നാട്ടിലേക്ക് ചെല്ലുവാൻ പറ്റുമോ? ഞാനിവിടെ കളിച്ച ഗെയിമൊക്കെ നാട്ടുകാരെ എങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് ഭയമുണ്ട് എങ്ങനെയാണ് എൻ്റെ നാട്ടുകാർ എന്നെ വിലയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതെ, ഷാനവാസ് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ജീവിക്കാൻ വന്ന വ്യക്തിയാണ്, നിങ്ങളെ അറിയാവുന്ന നാട്ടുകാർ, നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള നാട്ടുകാർ, നിങ്ങൾ ഇതാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് അതേ ക്യാരക്ടർ തന്നെ വെളിപ്പെടുത്തി നിങ്ങൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അനീഷ് ഫോൺ ചെയ്ത് നാട്ടിൽ അനിയനെ വിളിക്കുമ്പോൾ നാട്ടിലേക്ക് ചെല്ലുവാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും ജനത്തെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഭയമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിവിടെ റിയൽ ആയിട്ടല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തിനാണ് നീ പേടിച്ചത്? ഈ ചോദ്യമാണ്. സത്യത്തിൽ അനീഷിന് ഒരക്ഷരം മിണ്ടാനില്ല കേട്ടോ. അതിനൊരു മറുപടി അനീഷ് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടുകാരെ അനീഷ് ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ അനീഷ് വെട്ടിലാവുകയായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. നീ ഇവിടെ റിയൽ ആയിട്ടല്ല നിന്നത്, നീ ഇവിടെ കാട്ടിക്കൂട്ടിയതും നിന്റെ ബിഹേവിയറും അത് തികച്ചും തെറ്റാണ്, മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നുള്ളത് നിനക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നിന്റെ ഗെയിമായിരുന്നു, നിന്റെ സ്ട്രാറ്റജി ആയിരുന്നു അത്. ആ സ്ട്രാറ്റജിയുമായിട്ട് മുൻപോട്ട് പോയ നീ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാരെ ഭയപ്പെടുന്നുണ്ട്. അവർ നിന്നെ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക, നിന്റെ ഗെയിമിനെ അവരെ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? അതെ, ആ ഭയമാണ് നിന്റെ അകത്തുണ്ടായിരുന്നത്. ആ ഭയത്തെക്കുറിച്ചാണ് നീ അവിടെ സംസാരിച്ചപ്പോൾ ചോദിച്ചത്. റിയലായിട്ട് നിൽക്കുന്നവൻ എന്തിന് ലോകത്തെ ഭയപ്പെടുന്നു? നീ ജെനുവിനാണ്, നിനക്ക് ഒരു സ്ട്രാറ്റജിയുമില്ല, നീ ഇവിടെ ജീവിക്കാൻ വന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അനിയനെ വിളിച്ചിട്ട് ആദ്യം നാട്ടുകാരെങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യം? അനീഷ് പെട്ടു. അനീഷിന് മറുപടി പറയാനുള്ളത്, ഷാനവാസെ, ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ഉള്ളൂ, എനിക്ക് വീണ്ടും മറുപടിയായിട്ട് പറയാൻ, ഞാൻ ഇവിടെ ജീവിക്കുക തന്നെയായിരുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫാൻസിന് വേണ്ടിയല്ല. നിഷ്പക്ഷമായി ഈ ഗെയിമിനെ വിലയിരുത്തുവാൻ കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതി. വേറെ ആരും കമന്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന അനീഷ് ജെനുവിൻ ആണോ? ഇപ്പോൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്യത്യസ്തതയുള്ള മുഖം, അതാണോ അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2.5 മാസക്കാലം ആ വീട്ടിൽ അയാൾ ഗെയിമായിരുന്നോ സ്ട്രാറ്റജി ആയിരുന്നോ പുറത്തെടുത്തത്? അതായിരുന്നോ ഒറിജിനൽ, അതോ ഇതാണോ? ഇതൊരു വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യമാണ്. പക്ഷേ പ്രേക്ഷകർക്ക് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാവില്ല. അനീഷിന് മാത്രമേ ഉള്ളൂ ഈ ആശയക്കുഴപ്പം. സത്യത്തിൽ ഒരു വ്യക്തിയോടും കൂട്ടുകെട്ടുണ്ടാക്കാതെ മുൻപോട്ട് പോയ അനീഷ് ഷാനവാസുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാൻ പോയത് ഭൂലോക മഠയത്തരമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. വേറെ ആരുമായിട്ടും കൂട്ടുകെട്ടില്ലാത്തത് കൊണ്ട് വേറെ ആരും കാര്യമായിട്ട് ഇത്തരത്തിൽ തന്നെ അലോസരപ്പെടുത്തുന്നില്ല. എന്നാൽ താൻ തന്റെ സുഹൃത്തായി കൂടെ കൂട്ടിയ ഷാനവാസ് തന്റെ മുഖത്ത് നോക്കി തന്റെ തെറ്റുകൾ തുറന്നു പറയുകയും തിരുത്തുകയും ചെയ്യാൻ ശ്രമിക്കും എന്ന് അനീഷ് ഒരിക്കലും ചിന്തിച്ചു പോലും കാണത്തില്ല, സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. ഇവർ തമ്മിലുള്ള സൗഹൃദം അരക്കിട്ടുറപ്പിച്ചു. ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും സാന്നിധ്യത്തിൽ വെച്ച് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ സുഹൃത്തുക്കളായി തീർന്നു. ആ സൗഹൃദം ലോകത്തിന്റെ മുമ്പിൽ പരസ്യമായി. അടുത്ത ദിവസം മുതൽ ഷാനവാസ് ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അനീഷിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പൂട്ടാറുണ്ട്. അനീഷ് സത്യത്തിൽ പെട്ടുകിടക്കുകയാണ്. അതായത് ഈ സൗഹൃദ വലയത്തിനകത്തൊന്ന് പൊട്ടിച്ച് പുറത്ത് ചാടാനും പറ്റുന്നില്ല, നല്ല രീതിയിൽ ഈ സൗഹൃദവുമായിട്ടൊന്ന് സന്തോഷത്തോടെ മുൻപോട്ട് നീങ്ങാനും പറ്റുന്നില്ല, കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി അനീഷിന്റെ അവസ്ഥ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.